സംസ്ഥാന കായിക വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കോളേജ് സ്പോർട്സ് ലീഗ് മെൻസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതും അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ജെ ജനീഷ് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്നതുമല്ല. നമുക്ക് അത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മെഡൽ ജേതാക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച തുകയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വകുപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകമായ താല്പര്യമെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഒ ജെ ജനീഷ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്പോർട്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ PT അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കണക്കധ്യാപകന് വന്നിട്ട് PT അവറുകളെ ക്യാൻസൽ ചെയ്തിട്ട് കണക്കിൻ്റെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുക. ഇനി അല്ലെങ്കിൽ PT അവർ വരുമ്പോൾ അവസാനത്തെ അവറാണ്, അത് കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, PT അവറായ ബാഗ് എടുത്ത് വീട്ടിൽ പോവാം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ പ്രാധാന്യം പലരും തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. വെറുതെ കളിച്ചു കിടക്കാതെ പോയിരുന്ന് പഠിക്കട എന്നാണ് പൊതുവിൽ നാട്ടിലെ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ കളിച്ച് നടക്കുന്നതിലും കാര്യമുണ്ട്, അത് പഠനത്തോടൊപ്പം അല്ലെങ്കിൽ അത് പഠനത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് മുഴുവൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റുകൾക്കും എല്ലാം ഉണ്ടാവേണ്ടതാണ്. ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നിടത്താണ് നമുക്ക് നല്ല കായിക താരങ്ങളെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക, ഒരു സ്പോർട്സ് കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു ശരാശരി മനുഷ്യനെ പരിശോധിച്ചാൽ മലയാളികൾ പൊതുവിൽ നോക്കുമ്പോൾ എല്ലാവരും യോഗ്യന്മാരാണ്, എല്ലാവരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പരിശോധന നടത്തിയാൽ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെ പറയപ്പെടാവുന്ന എല്ലാ അത്യാവശ്യം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന എല്ലാ അസുഖങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകളും. ഇപ്പോൾ 50 വയസ്സിലും അല്ലെങ്കിൽ 60 വയസ്സുകളിലും ഒക്കെ വന്നിരുന്ന പല അസുഖങ്ങളും ഇപ്പോൾ 30കളിലും 40കളിലും വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കാരണം നമുക്ക് കായികമായിട്ടുള്ള അധ്വാനത്തിൽ ഏർപ്പെടാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുക, അത് സ്കൂൾ തലം മുതൽ അത് നൽകി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കായിക വകുപ്പ് വലിയ ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കോർഡിനേഷനിൽ പ്രവർത്തിക്കേണ്ട 2 വകുപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ കായിക വകുപ്പും. തീർച്ചയായിട്ടും ആ കോർഡിനേഷൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള ജിമ്മി ജോർജിൻ്റെ നാമധേയത്തിലുള്ള ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഇത് നടത്തപ്പെടുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് രാജ്യത്തെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കായിക താരമാണ്. 21ാമത്തെ വയസ്സിൽ അർജുന അവാർഡ് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കായിക താരത്തെ സംബന്ധിച്ച് എന്നും അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒന്നാണ്. ഞാനത് പറയാൻ കാരണം 21ാമത്തെ വയസ്സിൽ അർജുന അവാർഡ് കരസ്ഥമാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഒരു കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ആ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ള ഒരു മഹാനായ കായിക താരമാണ്. അപ്പോൾ ഇവിടെ അതുപോലുള്ള കായിക താരങ്ങളെ, വോളിബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒളിമ്പിക്സിന് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കുക, സജ്ജമാക്കുക. അല്ലെങ്കിൽ 2030 നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് വീണ്ടും ഇന്ത്യയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കായിക താരങ്ങളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി, ഇപ്പോൾ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് യുവതലമുറയാണ് അതിൻ്റെ വലിയ ഒരു കാഷ്വാലിറ്റി ആയി വരുന്നത്. മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു വലിയൊരു കാഷ്വാലിറ്റി.
അപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിൽ സ്പോർട്സിനും വലിയ പങ്കുണ്ട്. നമ്മൾ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ഒരു എനർജിയെ നമ്മൾ ശരിയായ ദിശയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാതെ പോകുമ്പോഴാണ് അത് തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചെറുപ്പക്കാരെ പുതുതലമുറയെ നമുക്ക് ഒരു കായിക സ്പോർട്സ് മേഖലയിലേക്ക് അവരുടെ എനർജിയെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിറ്റ്നസ് കൾച്ചർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കൾച്ചറിൻ്റെ പ്രാധാന്യം അവരുടെ മനസ്സുകളിൽ നമുക്ക് അതിൻ്റെ വിത്ത് പാകാൻ സാധിച്ചാൽ മറ്റ് മയക്കുമരുന്നിൻ്റെ പോലുള്ള ഉപയോഗങ്ങളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും പുതുതലമുറയെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ഇതിനെ ഓരോ സ്പോർട്സ് ഐറ്റത്തെയും കാണേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള ലീഗുകൾ വളരെ സഹായകരമാണ്. നമ്മുടെ വിവിധ സർവകലാശാല തലങ്ങളിൽ വിജയിച്ച് മികവ് പുലർത്തിയ ടീമുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വിപുലമായ ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസുകൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഉണർവാണ് നൽകുന്ന നല്ല ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയായി ഈ പരിപാടി ഈ ലീഗ് സംഘടിപ്പിക്കുവാനായിട്ട് സന്നദ്ധമായ സ്പോർട്സ് വകുപ്പിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ജെ ജനീഷും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമിനെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ടീമംഗങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.